നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുറ്റ്യാട്ടൂർ കൃഷിഭവൻ, കുടുംബശ്രീ, മാംഗോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ചട്ടുകപ്പാറയിൽ നടന്നു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റെജി ഉദ്ഘാടനം ചെയ്തു. വീണ്ടെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വർഷം തോറും നമ്മൾ ഞാറ്റുവേല ചന്ത കുറച്ചും കൂടി പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറെ ആശങ്കകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്നപാടെ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് പന്നി മുഴുവൻ കൊണ്ടുപോയി എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒരു തുടക്കം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ സൗര വേലി എന്നുള്ള രീതിയിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് വിജയകരമായാൽ നമുക്കത് വർഷം തോറും ആ ഒരു പദ്ധതി ജനകീയാസൂത്രണ പദ്ധതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക കർഷകരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന മേഖലയ്ക്ക് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്താണ് ഫണ്ട് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കുറ്റ്യാട്ടൂർ നമുക്കറിയാം കാർഷിക മേഖലയ്ക്ക് കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. കർഷകര് നമുക്കറിയാം നല്ല രീതിയിൽ കർഷകരുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പഞ്ചായത്ത് സംസ്ഥാനത്തെ 941 പഞ്ചായത്തില് 107 പഞ്ചായത്തിലാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതൊന്ന് നമ്മുടെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലാണ്. വൈസ് പ്രസിഡന്റ് നിജിലേഷ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AK സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ചന്തയിൽ വെച്ച് വിവിധ ഫലവൃക്ഷ തൈകൾ, തെങ്ങ്, കവുങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കുരുമുളക് തൈകൾ, കുറ്റ്യാട്ടൂർ മാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും നടീൽ വസ്തുക്കൾ പരസ്പരം കൈമാറുന്നതിനുള്ള അവസരവും ഉണ്ടായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC അനിത, കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ AK ശശീന്ദ്രൻ, CDS ചെയർപേഴ്സൺ C ബിന്ദു, മാംഗോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി മാനേജർ VO പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.